എല്ലാവർക്കും കുക്കുത്രീനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന 2 മിൽക്ക് ഷേക്ക് റെസിപ്പീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 മിൽക്ക് ഷേക്സ് ആണ്. അപ്പോൾ പാലും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മിൽക്ക് ഷേക്സ് ആണ്. നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ അവരത് കുടിക്കുകയും ചെയ്തോളും. ഒപ്പം അവർക്ക് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ ചെല്ലുകയും ചെയ്യും. ആദ്യത്തെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ബനാന ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ആണ്. പേര് പോലെ തന്നെ പഴവും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ അളവിലും ഞാൻ ഈ പറയുന്നതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം, നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഡേറ്റ്സ് കുരു കളഞ്ഞത്, പിന്നെ 2 വാൾനട്ട് എടുത്തിട്ടുണ്ട്. വാൾനട്ടൊക്കെ അധികം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് നല്ല തണുത്ത പാലാണ്. അപ്പോൾ ഞാൻ ഈ ഡേറ്റ്സും വാൾനട്ടും കാഷ്യൂനട്ടും കൂടെ ഈ പാലിലേക്ക് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കാൻ പോവാണ്. ഒരു അരമണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാകും. അപ്പോഴത്തേക്കും ഈ ഡേറ്റ്സും കാഷ്യൂനട്ടും വാൾനട്ടും ഒക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. നമുക്ക് അരച്ചെടുക്കാനും എളുപ്പമുണ്ട്, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാമാണ്. അതൊരു 1/4 കപ്പോളം വെള്ളത്തിൽ കുറച്ചു നേരം ഒന്ന് കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുകയും വേണം. പിന്നെ വേണ്ടുന്നത് പഴമാണ്. അപ്പം ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴമാണ് എടുക്കുന്നതെങ്കിൽ 2 ചെറുപഴമൊക്കെ എടുക്കാം. ഇത് കൂടാതെ എടുത്തിരിക്കുന്നത് 1/4 കപ്പോളം പാലാണ്. 1 മണിക്കൂറോളം ഞാനൊന്ന് ഫ്രീസറിൽ വെച്ച് കുറച്ചൊന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തണുപ്പും കൊഴുപ്പും ഒക്കെ കിട്ടാൻ ഇത് സഹായിക്കും. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ബദാം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ നട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതായത് ബദാം. മിക്സിയുടെ ജാറ് തന്നെ വേണമെന്നൊന്നുമില്ല, ബ്ലെൻഡറൊക്കെ ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ്. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പഴവും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. പഴവും ഡേറ്റ്സും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു മധുരം ഉണ്ടാവും നമ്മുടെ മിൽക്ക് ഷേക്കിന്. അത് പോരെങ്കിൽ കുറച്ച് പഞ്ചസാരയോ തേനോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് വേറെ മധുരമൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബനാന ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസും കൂടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ പാകത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ബനാന പീനട്ട് ബട്ടർ മിൽക്ക് ഷേക്ക്. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാല്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് പാല് നല്ലപോലെ തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു 1/4 കപ്പ് പാല് നമ്മൾ ആദ്യത്തെ മിൽക്ക് ഷേക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ 2 ചെറുപഴം എടുത്താൽ മതിയാവും. പിന്നെ ഉള്ളത് പീനട്ട് ബട്ടറാണ്. അപ്പം 1 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടറാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. മിക്സിയുടെ ജാറിലേക്കോ ബ്ലെൻഡറിലേക്കോ നമുക്ക് ആദ്യം ഈ പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തേൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി 1/4 കപ്പ് തണുത്ത പാല് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം ആ പഴവും പീനട്ട് ബട്ടറും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന പോലെ അടിച്ചെടുക്കുക. അപ്പം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിരിക്കുന്ന ബാക്കി പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഷേക്ക് ഇവിടെ റെഡിയാവും.
ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അടിച്ചെടുത്ത പീനട്ട് ബട്ടർ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈ 2 മിൽക്ക് ഷേക്കും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഒപ്പം അറിയുന്നവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.